പ്രതീക്ഷാപൂർവം നമ്മൾ കാത്തിരിക്കുകയാണ് അർജുനെ കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം കിട്ടാൻ. 6 ദിവസം പിന്നിടുന്നു. അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് കുറെ കൂടി ഊർജിതമായി നടക്കാൻ പോകുന്നു. ഷിരൂർ മേഖലയിൽ പെയ്യുന്ന കനത്ത മഴ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ഇനി എല്ലാ പ്രതീക്ഷയും ഉള്ളത് ആർമി സംഘം എത്തി നടത്തുന്ന തിരച്ചിലാണ്. രക്ഷാപ്രവർത്തനത്തിൽ പ്രത്യേകിച്ച് മണ്ണിടിച്ചിൽ ഭാഗങ്ങളിൽ നടത്തുന്ന രക്ഷാപ്രവർത്തനത്തിൽ ഏറ്റവും അധികം നല്ല രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആർമി സംഘമാണ് ബൽഗാമിൽ നിന്ന് 11:30 അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഭാഗമാകാൻ പോകുന്നത്. അതിലാണ് കുടുംബത്തിൻ്റെയും നാട്ടുകാരുടെയും ഇന്ന് മുഴുവൻ ഈ വാർത്ത കാണുന്ന കേരളത്തിനകത്തും പുറത്തുമുള്ള മുഴുവൻ മലയാളികളുടെയും പ്രതീക്ഷ. ആർമി സംഘം ഇറങ്ങി നടത്താൻ പോകുന്ന തിരച്ചിലാണ്. പ്രത്യേകിച്ച് ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രതികൂല കാലാവസ്ഥകളിൽ തിരച്ചിൽ നടത്തി വിജയം കണ്ടെത്തിയിട്ടുള്ള സംഘമാണ് ബൽഗാമിൽ നിന്ന് എത്താൻ പോകുന്നത്. ഏതായാലും റഡാർ സംവിധാനങ്ങളിലൂടെ കാര്യങ്ങൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ കുഴിച്ച് പരിശോധനകൾ നടത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. JCB ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്ത് നടത്തുന്ന പരിശ്രമങ്ങളിലൊന്നും തന്നെ ഇതുവരെ ഫലം കാണാൻ കഴിഞ്ഞിട്ടില്ല. ഷിരൂരിൽ മലയാളിയായ അർജുൻ സഞ്ചരിച്ച ലോറിക്കും എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിലുള്ള ദുരൂഹതയും അവ്യക്തതയും തുടരുകയാണ്. അർജുൻ്റെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മണ്ണിൻ്റെ അടിയിലാണെങ്കിലും മനുഷ്യനാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ആ പ്രതിഷേധം നടക്കുന്നത്. അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ 6ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും വീട്ടുകാർക്കും നാട്ടുകാർക്കുമുള്ള ഒരു പ്രധാനപ്പെട്ട പരാതി, ആദ്യ മണിക്കൂറുകൾ അങ്ങനെ അനാവശ്യമായി കളഞ്ഞു, അതിൽ വേണ്ട രീതിയിലുള്ള ശ്രദ്ധ പുലർത്തിയില്ല എന്ന ആക്ഷേപം അവർ ഉന്നയിക്കുന്നുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന് ഞങ്ങളുടെ പ്രതിനിധി ആ സംഘത്തിന് ഒപ്പം ഉണ്ട് വിവരങ്ങൾ നൽകാൻ വേണ്ടി. ഇപ്പോൾ ആ പ്രതിഷേധ സമരം ഒരു ഭാഗത്ത് നടക്കുന്നു. ഷിരൂർ മലയിടുക്കുകളിൽ മല ഇടിഞ്ഞ് വീണുണ്ടായിട്ടുള്ള ആ ദുരന്തത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ഒരു ഭാഗത്ത് കാണാം. അഭിജിത്ത് മുഴക്കുന്നാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അഭിജിത്ത്, നാട്ടുകാരുടെ ഒരു സംഘം ഇപ്പോൾ മണ്ണിന്റെ അടിയിലാണെങ്കിലും മനുഷ്യനാണ്, അർജുനെ രക്ഷിക്കൂ എന്ന ബാനറുമായി പ്രതിഷേധം നടത്തുന്നുണ്ട്. എന്താണ് പ്രതിഷേധക്കാർ പറയുന്നത്? ഗോപി, ഒരു നാടൊന്നാകെ അർജുന്റെ പിന്നിൽ അണിനിരക്കുന്ന അല്ലെങ്കിൽ അർജുന്റെ തിരിച്ചുവരവ് കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച, അർജുന്റെ ജീവനോടെയുള്ള മടങ്ങി വരവ്, അത് തന്നെയാണ് ഈ നാടും വീടും ഒക്കെ ആഗ്രഹിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് സേവ് അർജുൻ എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് മണ്ണിന്റെ അടിയിലാണെങ്കിലും മനുഷ്യനാണ്, സേവ് അർജുൻ, ഇതാണ് ഇവരുടെ കയ്യിലുള്ള ഈ പോസ്റ്ററിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇന്ന് തണ്ണീർപ്പന്തൽ, അതായത് അർജുന്റെ നാടായ കണ്ണാടിക്കലിന് തൊട്ട് സമീപത്തുള്ള തണ്ണീർപ്പന്തൽ എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ രീതിയിലുള്ള ഒരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത്. കാരണം ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടങ്ങളിൽ തന്നെ ഒരു വീഴ്ച ആരോപിക്കപ്പെട്ടിരുന്നു. കാര്യമായ രീതിയിലല്ല രക്ഷാപ്രവർത്തനം നടന്നത് എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ആ രീതിയിൽ ഏറ്റവും വേഗത്തിൽ ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തുക, അർജുനെ തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് നിലവിൽ ഈ ഒരു പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ കടന്നിട്ടുള്ളത്. എന്താണ് ചേട്ടാ നിങ്ങളുടെ ആവശ്യം? ഈ രക്ഷാപ്രവർത്തനം അർജുൻ മരിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അവനെ എങ്ങനെയെങ്കിലും ഇവിടെ തിരിച്ചെത്തിക്കണം എന്നുള്ളത് നാട്ടുകാരെല്ലാവരും ഇതാണ്. കർണാടകയിലെ വളരെ അനാസ്ഥയാണോ നമ്മുടെ നാടിൻ്റെ അനാസ്ഥ എന്താണെന്ന് അറിയണം. അതിലും വലിയ പ്രശ്നങ്ങളൊക്കെ നമ്മളെ ഇന്ത്യ തരണം ചെയ്താണ്. ഇന്ത്യക്ക് എത്രയും സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഇന്നൊരു ചെറിയ ഇതായിട്ടാണ് ഇവിടെ നാട് കണക്കാക്കുന്നത്. അവിടെ മണ്ണിൻ്റെ ഒക്കെ ഘടന വ്യത്യാസം ഉണ്ടെന്നുള്ള എല്ലാവർക്കും അറിയാം, കേരളത്തിലെ പോലെയല്ല. പക്ഷെ എന്നാലും അതിനുള്ള സംവിധാനങ്ങൾ നമ്മളെ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റോ എല്ലാവരും ഉണ്ടാക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇനിയിപ്പം സേന വരുന്നുണ്ട്, സൈന്യം ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ മുൻനിരയിലേക്ക് വരികയാണ്. കുടുംബം നേരത്തെ തന്നെ ആവശ്യപ്പെട്ടതാണ്. അപ്പൊ അതൊരു പ്രതീക്ഷ നൽകുന്ന കാര്യം. ഇതാണ് ഇപ്പൊ ഏറ്റവും അവസാനത്തെ പ്രതീക്ഷ. ഈ സേന വന്നെന്നുള്ള ഈ നാടിനൊക്കെ ഒന്ന് ഉണർത്തിയിരിക്കുകയാണ്. എല്ലാവരും ആ പ്രതീക്ഷയിലാണ്. അവൻ ഇനിയും തിരിച്ചു വരും. ഈ ബെൻസ് കമ്പനീൻ്റെ ഒക്കെ അഭിപ്രായത്തിൽ അതിൽ 7 ടൺ വരെ താങ്ങും എന്നാണ്. അത്രയൊന്നും വന്നില്ല എന്നുള്ളതാണ് ഈ നാട്ടുകാരുടേത്. സൈഡിലാണ് 2 ടൺ വരെ താങ്ങുന്ന അവർ പറയുന്നുണ്ട്. ഇത് കാരണം ഈ GPS വർക്ക് ചെയ്തു, എല്ലാം ഉണ്ട്, അത്രയും സംവിധാനമുണ്ട്. ഈ റഡാർ ഇന്നലെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞങ്ങളുടെ പ്രതീക്ഷ അവൻ ജീവനോടെ തിരിച്ചു വരുന്നത് തന്നെയാണ് ഈ നാട്ടുകാരുടെ. ഗോപി, ഈ രീതിയിൽ തന്നെയാണ് നാട്ടുകാർ വലിയ പ്രതീക്ഷയിലാണ്. അർജുൻ തിരിച്ചു വരും, അർജുൻ സുരക്ഷിതനായി ജീവനോടെ ആ മണ്ണിനടിയിൽ നിന്ന് പുറത്തേക്ക് വരും എന്നുള്ള വലിയ ശുഭാപ്തി വിശ്വാസം ഈ നാട്ടുകാർക്കുണ്ട്. ഇനി സേന കൂടി ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ആ ഒരു രംഗത്തേക്ക് അല്ലെങ്കിൽ അതിന്റെ മുൻനിരയിലേക്ക് ഇറങ്ങുകയാണ്. അതും വലിയൊരു പ്രതീക്ഷയായി ഈ നാട്ടുകാർക്ക് മുന്നിലുണ്ട്. കുടുംബം കഴിഞ്ഞ ദിവസം തന്നെ ആവശ്യപ്പെട്ടതുപോലെ സേന കൂടി ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാവുകയാണ്. കഴിഞ്ഞ ദിവസം കുടുംബം മാധ്യമങ്ങളെ കാണുമ്പോഴൊക്കെ വ്യക്തമാക്കിയത് ഇതുതന്നെയായിരുന്നു. എന്തുകൊണ്ട്
എന്തുകൊണ്ടാണ് സേനയെ, ഇന്ത്യൻ ആർമിയെ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ വൈകുന്നത്, ഏത് രീതിയിലുള്ള തടസ്സമാണ് അവിടെ നിലനിൽക്കുന്നത് എന്നുള്ളൊരു ചോദ്യം കുടുംബം ഉന്നയിച്ചിരുന്നു. ആ രീതിയിലുള്ള ഒരു ആവശ്യവും അവർ മുന്നോട്ട് വച്ചിരുന്നു. ഏതായാലും നിലവിൽ അതിലൊരു പ്രത്യാശ ഉണ്ടാക്കുന്ന ഒരു നടപടി, അത്തരത്തിലുള്ള ഒരു വാർത്ത ഇന്നലെ പുറത്തു വന്നു. സേന തന്നെ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങുന്നു എന്നുള്ള ഒരു വാർത്ത വന്നു. അങ്ങനെ നിലവിൽ ഏറ്റവും വേഗത്തിൽ സേനയുടെ വരവ് കൂടി കണക്കിലെടുത്ത് ആ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടത്തുകയാണെങ്കിൽ അർജുൻ ജീവനോടെ തിരിച്ചു വരും. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. ഇത് രണ്ടാം വട്ടമാണ് അർജുനു വേണ്ടി നാട്ടുകാർ പ്രതിഷേധ രംഗത്തേക്ക് ഇറങ്ങുന്നത്. അർജുന്റെ നാടായ കണ്ണാടിക്കലിനടുത്തുള്ള തണ്ണീർപ്പന്തലിലാണ് ഈ പ്രതിഷേധം ഇപ്പോൾ അരങ്ങേറുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, മണ്ണിനടിയിൽ കിടക്കുന്നത് ഒരു ജീവനാണെന്നും അർജുനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ഉടൻ ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടാണ് നാട്ടുകാർ അർജുന്റെ ജീവനു വേണ്ടി പ്രാർത്ഥനകളുമായി ഇപ്പോൾ പ്രതിഷേധ രംഗത്ത് ഉള്ളത്. ഹാഷ്മി താജ് ഇബ്രാഹിം കൂടി നമ്മളോടൊപ്പം ചേരുന്നു. ഹാഷ്മി, എനിക്ക് തോന്നുന്നു ഈ ഇതിനകത്ത് ഏറ്റവും ദുഷ്കരമായ കാര്യം എന്ന് പറയുന്നത് ലോറി മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ട്. ആ മണ്ണിനടിയിൽപ്പെട്ട ലൊക്കേഷൻ നേരത്തെ സ്ഥിരീകരിച്ചതാണ്. പക്ഷേ ഇപ്പോൾ പോലും കൃത്യമായി ഏത് മേഖലയിൽ ആ മണ്ണിനടിയിൽ ലോറി കിടക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. ഈ അനിശ്ചിതത്വവും അവ്യക്തതയും എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് 6 ദിവസങ്ങൾ പിന്നിടുമ്പോൾ? അങ്ങേയറ്റം വേദന ഉണ്ടാക്കുന്നതാണ്, അങ്ങേയറ്റം ദൗർഭാഗ്യവും അങ്ങേയറ്റം നിരാശാജനകവുമാണെന്ന് പറയേണ്ടി വരും. ഗോപി, നമ്മുടെ അർജുൻ ആ മണ്ണിനടിയിൽ ജീവനോടെ ഉണ്ട് എന്ന് ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുമ്പോൾ തന്നെ, ആത്മാർത്ഥമായി ആഗ്രഹിക്കുമ്പോൾ തന്നെ, ജീവനോടെ കരുത്തോടു കൂടി തന്നെ അർജുൻ വീട്ടിലേക്ക് മടങ്ങി വരണം എന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ, എന്ന് പറഞ്ഞാൽ അർജുൻ എന്ന് പറയുന്ന 30-കാരൻ വീടിന് നട്ടലൊക്കെയാണ്. നമ്മൾ നേരത്തെ കേട്ടതും അറിഞ്ഞതുമായ കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ നാട്ടിലെ വലിയ പ്രതിഷേധങ്ങൾ അവിടെ നടക്കുന്നുള്ളത് സ്വാഭാവികവുമാണ്. 6ാം നാളാണ് നമ്മൾ ഇതിരുന്ന് സംസാരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം ഗോപി. 6ാം നാളും ഇപ്പോഴും ഇന്നലെ രഞ്ജിത്ത് ഇസ്രായേൽ നമ്മുടെ ഇവിടുന്ന് എൻകൗണ്ടർ ചർച്ചയിൽ പങ്കെടുത്തതിന് ശേഷമാണ് രഞ്ജിത്ത് അങ്ങോട്ടേക്ക് ഈ സ്ഥലത്തേക്ക് പോയത്. രഞ്ജിത്ത് 2013 ഉത്തരാഖണ്ഡ് മേഘപ്രളയം അടക്കമുള്ള മേഘവിസ്ഫോടനം അടക്കം അവിടെ നിന്ന് ഇങ്ങോട്ട് ദീർഘവർഷങ്ങളിൽ ഇത്തരം പെട്ടിമുടിയിലാവട്ടെ, കവളപ്പാറയിലാവട്ടെ, പുത്തുമലയിലാവട്ടെ, ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ രക്ഷാപ്രവർത്തനം ഏറ്റവും കൂടുതൽ ഉത്തരാഖണ്ഡിലെ ആ സീൽക്കാര തപോവൻ ടണൽ ദുരന്തത്തിലടക്കം പങ്കെടുത്ത വളരെ എക്സ്പെർട്ട്, ആ മേഖലയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് ബ്രെയിൻസ് ഒരാളാണ് രഞ്ജിത്ത്. രഞ്ജിത്ത് നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത ശേഷം അങ്ങോട്ടേക്ക് പോവുകയായിരുന്നു. അങ്ങോട്ടേക്ക് പോയി ഇന്നലെ പോയ രഞ്ജിത്ത് ഇന്നലെ അവിടുന്ന് പറയുന്നുണ്ടായിരുന്നു, ഇന്നലെ ഒരു 3 മണി 4 മണി വരെ ഒന്നും ശരിയായ ദിശയിലായിരുന്നില്ല തിരച്ചിൽ എന്ന് രഞ്ജിത്ത് പറയുന്നുണ്ടായിരുന്നു. ആരെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. ദൗർഭാഗ്യവശാൽ 6ാം നാൾ 5ാം നാൾ ഉച്ച 6ാം നാളൊക്കെ ആകുമ്പോഴാണ് രക്ഷാപ്രവർത്തനം കൂടുതൽ സജ്ജമാവുന്നത്. എന്തായാലും അല്പസമയത്തിനകം ആർമി വരാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. അതിൽ വലിയ പ്രതീക്ഷ അവർക്കുണ്ട്. കാര്യം ഈ തെർമൽ സെൻസറിംഗ് സിസ്റ്റം പോലെയുള്ള സംവിധാനങ്ങൾ സൈന്യത്തിൻ്റെ കൈവശമുണ്ട് എന്ന് നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത കെ ജി താര അടക്കമുള്ള പറയുന്നുണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഈ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ എന്ന് പറയുന്നതിനേക്കാൾ അതിന് കൂടുതൽ ശക്തിയുള്ള, അല്ലെങ്കിൽ കൂടുതൽ ആഴത്തിലേക്ക് പരിശോധിക്കാൻ കഴിവുള്ള മറ്റ് റഡാറുകളുണ്ട്, തെർമൽ സെൻസറിംഗ് സംവിധാനങ്ങളുണ്ട്. അതിബലഗാവിയിൽ സൈന്യത്തിൻ്റെ പക്കലുണ്ട് എന്നറിയാനും കഴിയുന്നു. എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ഊഷ്മാവ് ഉണ്ടെങ്കിൽ കണ്ടെത്താൻ കഴിയുന്ന ചില സംവിധാനങ്ങൾ അത്യാധുനിക സംവിധാനങ്ങളാണ്. നമ്മൾ 6ാം നാളും ആ സംവിധാനങ്ങളൊക്കെ എപ്പോഴെത്തും എന്ന ആകാംക്ഷയിൽ കാത്തിരിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം സങ്കടകരവും വേദനാജനകവുമെന്ന് പറയേണ്ടി വരും. കാര്യം ഇന്നലെ രാവിലെ 10:30 മാത്രമാണ് ഈ ടെറൈനിൽ ഏറ്റവും ആവശ്യമായി വരുന്ന മറ്റൊന്നും വർഷം